ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി നമുക്ക് ആവർത്തന ചോദ്യങ്ങൾ പഠിക്കാം. ആവർത്തന ചോദ്യങ്ങൾ എപ്പോഴും പതിവായിട്ട് തന്നെ പരീക്ഷകളിൽ കാണാറുണ്ട്. കേരള PSC മുൻപ് നടത്തിയ എക്സാമുകളിലുള്ള ക്വസ്റ്റ്യൻസ് പതിവായി ചോദിക്കാറുണ്ട്. നമ്മളത് പഠിച്ചിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO അതിൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ആൻസർ സോമനാഥ്. 22 വ്യക്തിയെ നമുക്ക് പഠിച്ചു വയ്ക്കാം അല്ലേ. ഇപ്പോൾ നാരായണൻ എന്നുള്ളതാണ്. 22 നിയമിക്കപ്പെട്ട വ്യക്തി സോമനാഥ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ലീലാതിലകം. ലീലാതിലകം എന്നാണ്. ലീലാതിലകമാണ് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്. ലീലാതിലകം അപ്പോൾ എന്താണൊരു സംസ്കൃത ഗ്രന്ഥം ആകുന്നു. ഇനി, വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വിപണനമാണ്. ഓക്കെ, വ്യാപാര വിനിമയ തന്ത്രങ്ങൾ വിപണനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വസ്തുതയാണ്. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ വിപണനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തന്ത്രങ്ങളാണ്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്ത് ആണ് ഉള്ളത്? ആൻസർ ചൈന. ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് കാണപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം ഏതാണ്? താഴെ പറയുന്നവയിൽ അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം ഏതാണ്? പരിസ്ഥിതിയാണ്. പരിസ്ഥിതിയാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം. പരിസ്ഥിതിയാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം എന്ന് പറയുന്നത്. അടുത്തത്, 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിഥാലി രാജ്. മിഥാലി രാജ്. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിഥാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ദാമോദർ മൗസോ. നെക്സ്റ്റ്, എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ഷുവർ LGS ക്വസ്റ്റ്യൻ ആണതൊക്കെ. എവിടെയാണ് 1857 കലാപം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്? മീററ്റിൽ. എവിടെയാണ് 1857 കലാപം, ശിപായി ലഹള ആരംഭിച്ചത് എവിടെയാണ്? മീററ്റ്. 1857 കലാപം മീററ്റിലാണ് ആരംഭിച്ചത്. അടുത്തത്, എന്നാണ് ശാസ്ത്രദിനം ആചരിക്കുന്നത്? എന്നാണ് ശാസ്ത്രദിനം ആചരിക്കുന്നത്? ഫെബ്രുവരി 28 ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം. അടുത്തത്, ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും വർഷമെന്ന് പറഞ്ഞത് ഏത് വർഷമായിരുന്നു? 2021. അതായത് UN ജനറൽ അസംബ്ലി അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായിട്ട് 2021 പ്രഖ്യാപിച്ചു. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറഞ്ഞ പ്രസ്താവനയിൽ ശരിയല്ലാത്ത ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനും നമ്മൾ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ശരിയായത് നമുക്ക് പഠിച്ചു വയ്ക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമാണ്. ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത്. ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത്. ഇനി, ഗൾഫ് ഓഫ് മാന്നാറും
പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. നെക്സ്റ്റ്, റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാന് വേർതിരിക്കുന്ന രേഖ ഏതാണ്? റാഡ്ക്ലിഫ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഇന്ത്യയിലെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അടുത്തത്, തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണ്? സംഭാർ തടാകം. ഓക്കെ, അപ്പോൾ ഉളാർ തടാകം, ലോക്തക് തടാകം, ദാൽ തടാകം ഇതെല്ലാം ശുദ്ധജല തടാകമാണ്. നെക്സ്റ്റ്, സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ നർമ്മദയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയുടെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? റൂർക്കലയാണ്. അടുത്തത്, കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ ഛത്തീസ്ഗഡിലാണ്. കോർബ കൽക്കരിപ്പാടം ഛത്തീസ്ഗഡിലാണ്. നെക്സ്റ്റ്, ദേശീയജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുക? സാദിയ ദുബ്രിയാണ് ദേശീയജലപാത 2. നെക്സ്റ്റ്, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. നറോറ ആണവോർജ്ജ നിലയം ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷ രചിച്ചതാണ്? ദേശീയഗാനം ജനഗണമന ബംഗാളി ഭാഷ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠം. വന്ദേ മാതരം ആനന്ദമഠം ബങ്കിം ചന്ദ്ര. എന്ന് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ്, ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മൗലികാവകാശങ്ങൾ ന്യായവാർഹത്വമല്ല എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ബാക്കി മൗലികാവകാശങ്ങൾ പറയുമ്പോൾ ബാക്കി സത്യം പഠിക്കാൻ നോക്കല്ലേ. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങൾ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. അതും അറിയാം. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാണത്? 2005. ഇന്ത്യയിൽ വിവരാവകാശ നിയമം 2005 എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? ആൻസർ സോവിയറ്റ് യൂണിയൻ. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയൻ്റെ
എടുത്തതാണ് നമ്മൾ. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പഠിച്ചു വയ്ക്കാം. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നമ്മൾ കടമെടുത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഹൃദയവും എത്രയാണിത്? ആർട്ടിക്കിൾ 32. ഹൃദയവും ആത്മാവും ആർട്ടിക്കിൾ 32 ഹൃദയവും ആത്മാവും ആർട്ടിക്കിൾ 32. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ആന, കാള, സിംഹം, കുതിര. ആന, കാള, സിംഹം, കുതിര എന്നിവയാണ്. ഇനി കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? അതിൽ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മറുസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ആരാണ്? സ്വത്തവകാശമാകുന്നു. നെക്സ്റ്റ്, ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? എപ്പോഴും 22 ജൂലൈ 22 എന്നുള്ള വർഷം ഈ ഡേറ്റ് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ 1947 ജൂലൈ 22 ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഡേറ്റ് 1947 ജൂലൈ 22. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്, മാറി വന്നുകൊണ്ടേയിരിക്കും. 1947 ജൂലൈ 22 നമ്മുടെ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 22. നെക്സ്റ്റ്, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത. ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ്? മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമ ത്രിവർണ്ണ പതാക ഉയർത്തിയിട്ടുണ്ട്. മാഡം ഭിക്കാജി കാമ ത്രിവർണ്ണ പതാക 11. നെക്സ്റ്റ്, പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ ആരുടെയാണ്? കുമാരഗുരുദേവൻ്റെയാണ്. കുമാരഗുരുദേവൻ്റെയാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ. രക്ഷാ ദൈവസഭ ഗുരുദേവൻ, ദൈവസഭ ഗുരുദേവൻ, ദൈവസഭ എന്നൊക്കെ ഓർത്തിരിക്കാം. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ച സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജി അല്ലേ? ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ച സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെയാണ് ചോർച്ച സിദ്ധാന്തം. ദാദാഭായ് നവറോജിയുടെയാണ് ചോർച്ച സിദ്ധാന്തം. ഇന്ത്യയുടെ സാമ്പത്തിക വിദഗ്ധനാണ് ആര്? ദാദാഭായ് നവറോജി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണേത്? ചോർച്ച സിദ്ധാന്തം. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെ കാരണം എന്താണ്? പട്ടിണിയുടെ കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്നാണ് അവിടെ ഗ്രന്ഥത്തിൽ ചോർച്ച സിദ്ധാന്തത്തിൽ പറഞ്ഞേക്കുന്നത് അല്ലേ? നെക്സ്റ്റ്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. എന്താണ്? തിരുവിതാംകൂർ സർവകലാശാല അല്ലേ? ഇപ്പോഴും അത് തന്നെയായിരിക്കും. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. ആദ്യത്തെ തിരുവിതാംകൂറാണ്. നെക്സ്റ്റ്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം ഇത് രണ്ടിൻ്റെയും രചയിതാവ് ആരാണ്?
ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെയാണ് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും എന്ന 2 കൃതികൾ. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, 2 ആരുടെയാണ്? ചട്ടമ്പി സ്വാമി അല്ലേ. പ്രാചീനം അതിൽ ചട്ടമ്പി സ്വാമിയുണ്ട്. വേദാധികാരം നോക്കണം. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെയാണ്. വേദാധികാരം, വേദങ്ങൾക്കപ്പുറം അധികാരം, വേദാധികാര നിരൂപണം പ്രാചീന മലയാളവും ചട്ടമ്പി സ്വാമികളുടെയാണ്. ഇനി സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാടാണ്. 7.5 to 75, 7.5 to 75 ഏതാണ്? ഇടനാട് അല്ലേ, ഇടനാടാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണത്? ശാസ്താംകോട്ട തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ടു കായൽ. വേമ്പനാട്ടു കായലാണ് ഏറ്റവും വലിയ കായലും അവർ തന്നെയാണ് അല്ലേ, വേമ്പനാട്ടു കായലാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? റെയിൽവേ ഇല്ലാത്ത ജില്ല പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, വയനാടുണ്ട്. ഇതിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ചെമ്പഴന്തി ജനിച്ചതാണ് അല്ലേ, ചെമ്പഴന്തിയിൽ ജനിച്ചതാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ദേശീയ ജലപാതം, കേരളത്തിലെ ദേശീയ ജലം അല്ലേ, ഒരെണ്ണം മാത്രമേ ഒഴുകുന്നുള്ളൂ. ഇപ്പം നോക്കാം നമുക്ക്. കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? NW3 അല്ലേ, കോട്ടപ്പുറം കൊല്ലം എന്നൊക്കെ പറയുന്നത് NW3. ഇനി 1917 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? പ്രൈമറി വിദ്യാഭ്യാസം. ആൻസർ ഗൗരി പാർവതി ഭായ്. ഗൗരി പാർവതി ഭായിയാണ് പ്രൈമറി വിദ്യാഭ്യാസം. വർഷം 1917 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാകുന്നു ഗൗരി പാർവതി ഭായ്. പ്രൈമറി വിദ്യാഭ്യാസം ഗൗരി പാർവതി ഭായ്. അടുത്തത്, വായ്ക്ക് സത്യാഗ്രഹം അനുബന്ധിച്ചിട്ടുണ്ട്. അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് അല്ലേ. കഴിഞ്ഞ എക്സാമിന് തൊട്ട് കഴിഞ്ഞ എക്സാം അല്ലേ, പ്രിലിംസിനെ ചോദിച്ച ചോദ്യം തന്നെയാണ്. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? മന്നത്ത് പത്മനാഭൻ അല്ലേ. സവർണജാഥ ആരുടെയാണ്? മന്നത്ത് പത്മനാഭൻ്റെയാണ്. മന്നത്ത് പത്മനാഭൻ്റെയാണ് സവർണജാഥ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം അല്ലേ. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുന്നേ എന്നൊക്കെ ആലോചിക്കണം. അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജി നടത്തിയ അവസാനത്തെ ബഹുജന സമരം. അവസാന ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരമാണ് അല്ലേ. ക്വിറ്റ് ഇന്ത്യ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന ഇവിടെ വെച്ചാണ്? ലാഹോർ. പൂർണ്ണ സ്വരാജ് ലാഹോർ. ഇവിടെ ഗാന്ധിയുടെ അവസാന ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. പൂർണ്ണ സ്വരാജ് ചോദിച്ച ലക്ഷ്യം എന്താ? ലാഹോർ നടന്നു. പൂർണ്ണ സ്വരാജ് ലാഹോറാണ്. എപ്പോഴും അങ്ങനെയാണ് കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി ലോകമാന്യ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലക്. ലോകമാന്യ ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് സ്വതന്ത്ര ഭാരത സർക്കാർ നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? കേരളത്തിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1957 ആണ്. 1957 ആണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ
സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഭാഷയുടെ അടിസ്ഥാനത്തിൽ. ആൻസർ ജസ്റ്റിസ് ഫസൽ അലി. ജസ്റ്റിസ് ഫസൽ അലിയാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് വന്നിട്ടുള്ളത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് ഫസൽ അലി. സിമ്പിളായി എങ്ങനെ പഠിക്കാം? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് ഫസൽ അലി. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഭാഷയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം? മീററ്റ് അല്ലേ? 1857 എന്നൊക്കെ പറയത്തില്ലേ വർഷം? സ്ഥലം മീററ്റ്. അടുത്തത്, കേരളത്തിൻ്റെ ദേശീയോത്സവം ഓണം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം. വടക്ക് കിഴക്കൻ തുലാവർഷമാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തുലാവർഷം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തുലാവർഷം. തുലാവർഷത്തിനെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലമെന്ന് കേരളത്തിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് രചയിതാവ് എപ്പോഴും അംഷി നാരായണപിള്ള. വരിക സഹചരെ അംഷി നാരായണപിള്ള. വരിക സഹചരാണ് അംഷി നാരായണപിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. ഓക്കെ, വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചാരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി വില്ലുവണ്ടിയിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം? കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം 1861. റെയിൽപാത 861 റെയിൽപാത. 861 കേരളത്തിൽ ആദ്യമായി റെയിൽപാത. കേരള ഉപ്പുച്ചതയിൽ നടന്ന എന്താണ് സംഭവം? ഒരു മിനിറ്റ്. നെക്സ്റ്റ് വൺ, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കോമ്പല്ല്. ആഹാരവസ്തു കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കോമ്പല്ല്. സൗണ്ട് കുറയ്ക്കും. നെക്സ്റ്റ് വൺ, ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭൂമിക. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭൂമിക അല്ലേ? ലിംഗാധിഷ്ഠിത അക്രമത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക. സ്കർവി ഏത് വിറ്റമിനും ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി വിറ്റമിൻ സി ആണ് സ്കർവി അല്ലേ? വിറ്റമിൻ നിശാന്തത എന്നറിയാം, വിറ്റമിൻ B1 ബെറിബറി എന്നറിയാം, വിറ്റമിൻ D കണരോഗമാണെന്നറിയാം. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? പ്ലാസ്മ എന്നാണ് അറിയപ്പെടുക അല്ലേ? പ്ലാസ്മ. നമ്മൾ രക്തം, അതിൽ പ്ലാസ്മയുമുണ്ട്, രക്തകോശങ്ങളുമുണ്ട്. രക്തം എടുത്താൽ രക്തത്തിൽ പ്ലാസ്മ, അതിൻ്റെ ദ്രാവക ഭാഗം പ്ലാസ്മയും ബാക്കി കട്ടിയുള്ള ഭാഗം എന്താണ്? രക്തകോശങ്ങളാണല്ലേ? നമ്മൾ എടുത്തു വെച്ചാൽ ഇങ്ങനെ നമ്മുടെ ഒരു മുറിവുണ്ടാകുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങാറില്ല. ആ വെള്ളമാണ് ശരിക്കും എന്താണ്? ഭാഗം കട്ടിയായിട്ടൊരു ഭാഗം കൂടി ഇരിക്കും അല്ലേ? ചുവന്ന് കട്ടിയായിട്ടിരിക്കും. അത് രക്തകോശങ്ങളായിരിക്കും. ഒഴുകി ഇറങ്ങുന്ന താഴേക്കിന് നീര് പോലെ ഇറങ്ങുമല്ലോ ചെറുതായിട്ട്, അതിൽ ഒരു പെയിൽ യെല്ലോ കളറിൽ, അതെന്തായിരിക്കണം? പ്ലാസ്മയാണ് എപ്പോഴും. അപ്പോൾ രക്തത്തിലെ ദ്രാവക ഭാഗം എന്താണ്? പ്ലാസ്മയാണല്ലേ? ഇനി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തകോശങ്ങളിൽ നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന
വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. അതെവിടെയാണ് കാണുക? രക്തകോശങ്ങൾ എന്ന് പറഞ്ഞില്ലേ, രക്തകോശങ്ങളിൽ അരുൺ രക്താണുക്കളുണ്ട്, അതുപോലെ ശ്വേതരക്താണുക്കളുണ്ട്, അതുപോലെ പ്ലേറ്റ്ലെറ്റുകളും ഉണ്ട്. 3 രക്തകോശങ്ങളാണ് ഉള്ളത്. അരുണ രക്താണുക്കൾ, ചുവന്ന രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, വെള്ള രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്സ്, ഇത് 3 കൂടിയുണ്ട്. അതിൽ ആ ചുവപ്പിൽ അരുണ രക്താണുക്കളിൽ RBCയിൽ കാണപ്പെടുന്ന ആ വർണ്ണവസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നെല്ലിൻ്റെ സങ്കരീണം അല്ലാത്തത് ഏതാണ്? അനാമികയും അർക്കയുമാണ്. അനാമിക ആൻഡ് അർക്ക. അടുത്തത് താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണം ഏതാണ്? ഇലകൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണകം ആന്തോസയാനിൻ. ഇലകൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്നത് ആന്തോസയാനിൻ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാരാണ്? ആനന്ദ് മോഹൻ ചക്രവർത്തി. എണ്ണ മലിനീകരണം, സൂപ്പർ ബഗുകൾ അല്ലേ, സൂപ്പർ ബഗുകൾ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, ജനിതക ബാക്ടീരിയ ആണ് അല്ലേ, എണ്ണയെ കഴിക്കാൻ കഴിവുള്ള ബാക്ടീരിയ ആണ്. അത് എന്ത് ചെയ്യും? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രത്തിൽ നിറച്ച് ഈ കപ്പലുകളുമൊക്കെ ഒഴുകുമ്പോൾ എണ്ണ ഒരുപാട് മുകളിൽ കിടക്കും. അപ്പോൾ അങ്ങനെ ധാരാളം പക്ഷികളൊക്കെ മരിച്ചു, അങ്ങനെ പല പ്രശ്നമുണ്ടായി. അപ്പോൾ എന്ത് ചെയ്യും? ഈ എണ്ണ ഒഴിവാക്കാൻ എന്ത് ചെയ്തു ശാസ്ത്രജ്ഞന്മാർ? ജനിതക വിദ്യയിലൂടെ സൂപ്പർ ബഗുകൾ എന്ന് പറഞ്ഞ ആ ബാക്ടീരിയയെ, എണ്ണയെ കഴിക്കുന്ന ബാക്ടീരിയ നിർമ്മിച്ചു. അപ്പോൾ അതിനെ ഇറക്കി വിട്ടു അല്ലേ, സീയിലുള്ള സമുദ്രത്തിലുള്ള എണ്ണയൊക്കെ പോയി. പക്ഷേങ്കിൽ എന്ത് ദോഷം അവരെ കൊണ്ടുണ്ട്? ഈ ബാക്ടീരിയ അബദ്ധവശാൽ എവിടെ പോകാം അല്ലേ, നമ്മുടെ ഇതിനകത്ത് പെട്രോളിയം ഖനികളിലോ അല്ലെങ്കിൽ എണ്ണയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും? ചെന്ന് പെട്ടാൽ അത് മുഴുവൻ കഴിച്ച് മാറിപ്പോവും. അപ്പോൾ അതിൻ്റെ ഷോർട്ടേജ് ആവും. അപ്പോൾ അതൊരു കുഴപ്പമായിരുന്നു. നെക്സ്റ്റ് തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കാസർഗോഡ്. സൈലൻറ്റ് വാലി വന്യജീവി സങ്കേതം ദേശീയ പ്രഖ്യാപിച്ച വർഷം 1984. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോട്ടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. കാർബൺ 6, കാർബൺ 14 എന്നുള്ളതാണ് ഓപ്ഷൻ സി ആൻസർ. അപദ്രവ്യങ്ങൾക്ക് അയറിനേക്കാൾ കുറഞ്ഞ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന മാർഗം. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന മാർഗം ഏതാണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്നുള്ളതാണ്. റെയററ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ലാന്തനോയിഡുകൾ. ഖനജലത്തിൻ്റെ ആസൂത്രണം എന്താണ്? D2O. ക്ലോറോഫിനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആൻറ്റിബയോട്ടിക്സ്. ഒന്നും കൂടി, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏതാണ്? പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏതാണ്? കാറ്റ് അല്ല, കാറ്റ്, തിരമാല, മണ്ണെണ്ണ, സൗരോർജ്ജം എന്നിവയുണ്ട്. ഏതാണ് പാരമ്പര്യ ഊർജ്ജസ്രോതസ്? ഏതാണ്? മണ്ണെണ്ണയാണ്. പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏതാണ്? മണ്ണെണ്ണ. എപ്പോഴും അത് മാറി ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം എന്ത് പോലെ അറിയപ്പെടുന്നു? മംഗൾയാൻ. ചൊവ്വ ദൗത്യം മംഗൾയാൻ, സിമ്പിളാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്ത മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? അപവർത്തനം. വ്യതിയാനം സംഭവിക്കുന്നെങ്കിൽ അത് അപവർത്തനമാണ്. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നമുക്ക് കാണാം. വീണ്ടും ആവർത്തന ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ